ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിട്ട് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇതേപോലെ നമുക്ക് കുറച്ച് വാക്കുകളൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ഏതാണ് നൗൺ, അല്ലെങ്കിൽ ഏതാണ് അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഏതാണ് വെർബ്, ഏതാണ് ആഡ്വർബ്, ഇതൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ തുടങ്ങാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതാണ് വെർബ്, എങ്ങനെയാണ് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള 4 എണ്ണത്തിൽ നിന്ന് വെർബ് കണ്ടുപിടിക്കണേ എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ക്രിയയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷനാണ് അല്ലേ. ഇനി വെർബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നമ്മളൊരു ING കൂട്ടിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ING ഒന്ന് കൂട്ടി പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇവിടെ ING കൂട്ടിയിട്ട് പറയുകയാണെ. കറേജിങ്, കറേജിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതല്ല കേട്ടോ. അതേപോലെ തന്നെ കറേജിയസിങ്, അങ്ങനെയും നമ്മൾ കേട്ടിട്ടില്ല. എൻകറേജ്, അതിൻ്റെ ഒപ്പം ഞാനൊരു ING കൂട്ടുമ്പോൾ എങ്ങനെ വരും? എൻകറേജിങ്, അത് ഓക്കെയാണ് അല്ലേ. പിന്നെ കറേജിയസ്ലിങ് പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ ആയി വരണം കേട്ടോ. അപ്പോൾ ഇതുമല്ല. അങ്ങനെ ഇത് ആകെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാക്ക് ഏതാ? എൻകറേജ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇതെന്താ? ഇതൊരു വെർബാണ്. മനസ്സിലായോ? ഈ കൊടുത്തിട്ടുള്ള വാക്കുകളുടെ ഒപ്പം ഒരു ING കൂട്ടി നോക്കുക. എന്നിട്ട് പറയുമ്പോൾ ശരിയാവുന്നുണ്ടെങ്കിൽ, അതായത് പറയുമ്പോൾ ശരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അങ്ങനെയാണെങ്കിൽ അതൊരു ക്രിയയാണ്, വെർബാണ്. അപ്പോൾ ING മാത്രമല്ല, നമുക്കൊരു S കൂട്ടി നോക്കാം, അല്ലെങ്കിൽ ഒരു DO ED ഒക്കെ ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു S കൂട്ടാണ്, എൻകറേജസ്, ഇത് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ D കൂട്ടുകയാണെങ്കിൽ എൻകറേജ്ഡ്. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു വാക്കാണെങ്കിൽ, അതായത് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൽ പറയാൻ പറ്റുന്ന ഒരു വാക്കാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു വെർബായിരിക്കും. കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആഡ്വർബ് കണ്ടുപിടിക്കുക എന്നാണ് കേട്ടോ. ആഡ്വർബ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. മെജോറിറ്റി കേസിലും അതിൻ്റെ ഒപ്പം ഒരു LY ഉണ്ടാവും. എന്തുണ്ടാവും? LY ഉണ്ടാവും. ഈ LY കാണുമ്പോൾ ഒന്ന് ഓർപ്പിച്ചേക്കുക, എന്തായിരിക്കും? ആഡ്വർബാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കേസുകളും അല്ല കേട്ടോ, മെജോറിറ്റി കേസാണ്. എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെയുള്ളത് എങ്ങനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് അഡ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു നൗണൊന്ന് ഇട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പേഴ്സൺ ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ കേട്ടോ. ഒരു പേഴ്സൺ നൗണാണല്ലോ. അപ്പോൾ ഈ പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കായിരിക്കണം അഡ്ജക്റ്റീവ്. അപ്പോൾ ഞാനിവിടെ 2 സ്ഥലത്തും പേഴ്സൺ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറേജ് പേഴ്സൺ അങ്ങനെയാണോ നമ്മൾ പറയുക? അല്ല, കറേജിയസ് പേഴ്സൺ അല്ലെ, കറേജിയസ് പേഴ്സൺ എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വാക്ക്, അതായത് ഇതിന് ശേഷം ഒരു വാക്ക് ഇട്ട് കൊടുത്തിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അഡ്ജക്റ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? അഡ്ജക്റ്റീവ്. അപ്പോൾ ഇത് അഡ്ജക്റ്റീവ് അല്ല കേട്ടോ, ഇത് അഡ്ജക്റ്റീവ് അല്ല. ബാക്കിയുള്ളത് നൗണ്. കിട്ടിയോ? ചിലപ്പോൾ പലർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത് നോക്കാം കേട്ടോ. ക്രിയേഷൻ, ക്രിയേറ്റ്, ക്രിയേറ്റീവ്, ക്രിയേറ്റീവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെർബ് കണ്ടുപിടിക്കാം. വെർബ് കണ്ടുപിടിക്കാനാണ് കുറച്ചും കൂടെ എളുപ്പം അല്ലേ. ഒരു ING കൂട്ടിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ എങ്ങനെയാ? ക്രിയേഷനിങ് പറ്റില്ല, ക്രിയേറ്റ് ഉണ്ട്, അതിൻ്റെ ഒപ്പം ഒരു ING കൂട്ടുമ്പോൾ ക്രിയേറ്റിംഗ് ഓക്കെയാണ്. പിന്നെ ഒരു S കൂട്ടി നോക്കാം, ക്രിയേറ്റ്സ് ഓക്കെയാണ്. പിന്നെ D കൂട്ടി നോക്കാം, ക്രിയേറ്റഡ്. അങ്ങനെ നമുക്ക് പല ഫോംസിലും പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതൊരു ക്രിയയാണ് അല്ലേ, വെർബാണ്. ഇനി അടുത്തത് LY കണ്ടു. LY കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, LY ഉണ്ടെങ്കിൽ എന്തായാലും അതൊരു ആഡ്വർബാണ് അല്ലേ, ആഡ്വർബാണ്. പിന്നെ ഒന്ന് ക്രിയേഷനും ഒന്ന് ക്രിയേറ്റീവും. നമ്മൾ അഡ്ജക്റ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന് ശേഷം ഒരു നൗൺ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാനൊരു പേഴ്സൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്രിയേറ്റീവ് പേഴ്സൺ, നമ്മൾ ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് പറയാറില്ലേ, അല്ലാണ്ട് ക്രിയേഷൻ പേഴ്സൺ എന്ന് പറയോ? ഇല്ല. അപ്പോൾ ക്രിയേറ്റീവ് പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിയേറ്റീവ് എന്താ? ഈ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് അതെന്താണ്? അഡ്ജക്റ്റീവ്. പിന്നെ ബാക്കിയുള്ളതായിരിക്കും നമ്മുടെ നൗൺ ആയിട്ട് വരിക കേട്ടോ. എന്താണ്? നൗൺ. കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വെർബ് കണ്ടുപിടിക്കാം അല്ലേ. വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ ING കൂട്ടി പറഞ്ഞു നോക്കാം. ബ്യൂട്ടിഫുള്ളിങ് പറ്റില്ല, ബ്യൂട്ടിയിങ് പറ്റില്ല, ബ്യൂട്ടിഫൈയിങ് അത് ഓക്കെയാണ്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ള ഇതും കൂടെ വെച്ച് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ബ്യൂട്ടിഫൈസ് നമ്മൾ പറയാറുണ്ട്, ബ്യൂട്ടിഫൈഡ് ED കൂട്ടിയിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ക്രിയയാണ്, വെർബാണ്. ഓക്കെ, അപ്പോൾ ഇത് വെർബ്. അടുത്ത് നോക്കിയേ, ബ്യൂട്ടിഫുള്ളി. ഇതിനകത്ത് LY കണ്ടപ്പോൾ തന്നെ നമുക്ക് ക്ലിക്കായി. എന്തായിരിക്കും? ആഡ്വർബാണ് അല്ലേ, ആഡ്വർബ്.
ഇനി നമുക്ക് അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു നൗൺ ചേർത്ത് നോക്കാം. എന്തായാലും ബ്യൂട്ടിഫുൾ ഉണ്ടല്ലോ, അപ്പോൾ ബ്യൂട്ടിഫുൾ ഡോൾ എന്നോ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഞാനിവിടെ ഒരു ഡോൾ എന്ന് എഴുതി, ബ്യൂട്ടിഫുൾ ഡോൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ബ്യൂട്ടിഫുൾ. ഇനി ഇവിടെ ഞാൻ ഡോൾ എഴുതി എന്ന് വിചാരിച്ചോ, ബ്യൂട്ടി ഡോൾ അങ്ങനെ നമ്മൾ പറയുമോ? ഇല്ല. അപ്പോൾ ഇതെന്തായാലും അഡ്ജക്റ്റീവ് അല്ല. അപ്പോൾ ഏതായിരിക്കും അഡ്ജക്റ്റീവായിട്ട് വരുന്നത്? ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവായിട്ട് വരിക അല്ലേ, അഡ്ജക്റ്റീവായിട്ട് വരിക. ബാക്കിയുള്ളത് എന്താ? ബ്യൂട്ടി. ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? നൗണാണ്. അടുത്ത ചോദ്യം നോക്കാം. ആക്ട്, ആക്ഷൻ, ആക്റ്റീവ്, ആക്റ്റീവ്ലി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെർബ് കണ്ടുപിടിക്കാം. വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട? ING കൂട്ടിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇവിടെ ആക്ട്, അതിൻ്റെ ഒപ്പം ഒരു ING കൂട്ടുമ്പോൾ ആക്ടിങ്, അപ്പോൾ അത് ഓക്കെയാണ്. ബാക്കിയുള്ള കൂടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. എസ് കൂട്ടി നോക്കാം, ആക്സ് ഓക്കെയാണ്. ഡി അല്ലെങ്കിൽ ED ഇട്ട് നോക്കാം, ആക്റ്റഡ് അങ്ങനെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതെന്താണ്? വെർബാണ്. അടുത്ത് ആക്ഷൻ. നമുക്ക് ആക്ഷൻ്റെ ഒപ്പം ING ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ശരിയാവില്ല. ആക്ഷനിങ് പിന്നെ അങ്ങനെ പറയില്ലല്ലോ. ഇവിടെയാണെങ്കിലും ആക്റ്റീവിങ്, ആക്റ്റീവ്ലിങ് എന്നൊന്നും നമ്മൾ പറയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും വെർബല്ലാതെ വന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? LY. ഇതേ LY കണ്ടപ്പോൾ മനസ്സിലായി എന്താ? ആഡ് വെർബ് അല്ലേ, ആഡ് വെർബ് എന്നുള്ളത് മനസ്സിലായി. ഇനി അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കണം. അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു നൗൺ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ പേഴ്സൺ തന്നെ ഇടുകയാണ്. അപ്പം ഞാൻ ഈ രണ്ട് കേസിലും ഞാൻ പേഴ്സൺ എന്ന് എഴുതുകയാണ് കേട്ടോ. ഇവിടെയും പേഴ്സൺ എഴുതി, ഇവിടെയും പേഴ്സൺ എഴുതി. ആക്ഷൻ പേഴ്സൺ അങ്ങനെ പറയാറുണ്ടോ നമ്മൾ? ആക്ഷൻ പേഴ്സൺ ഇല്ല അല്ലേ. അപ്പോൾ ഇതെന്തായാലും അഡ്ജക്റ്റീവ് അല്ല. പിന്നെ ആക്റ്റീവ് പേഴ്സൺ, ആക്റ്റീവ് പേഴ്സൺ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള അഡ്ജക്റ്റീവ്. അപ്പോൾ ആക്റ്റീവ് എന്താ? അഡ്ജക്റ്റീവ്. അപ്പോൾ അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ് കേട്ടോ. വെറുതെ നിങ്ങൾ ഏതെങ്കിലും ഒരു നൗൺ അവിടെ ഇട്ടിട്ട് അത് പറഞ്ഞ് ഓക്കെ ആവണ്ടോ എന്ന് നോക്കുക. പിന്നെയുള്ളത് ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇതെല്ലാം അല്ലാത്തത് നൗണാണ്. കിട്ടിയോ? ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണ്ടിന്യൂയിറ്റി, കണ്ടിന്യൂ, കണ്ടിന്യൂവസ്, കണ്ടിന്യൂവസ്ലി എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം തന്നെ നമുക്ക് വെർബ് കണ്ടുപിടിക്കാം അല്ലേ, വെർബ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ ടെക്നിക്ക് തന്നെ ഒരു ING കൂട്ടി പറഞ്ഞു നോക്കുക. കണ്ടിന്യൂയിറ്റിങ് പറ്റില്ല, കണ്ടിന്യൂയിങ് പറ്റും, കണ്ടിന്യൂവസിങ് പറ്റില്ല, കണ്ടിന്യൂവസ്ലി പറ്റില്ല. അപ്പോൾ കണ്ടിന്യൂ ആണ് നമ്മുടെ വെർബ്. കിട്ടിയല്ലോ? എസ് കൂട്ടി നോക്കിക്കോ കണ്ടിന്യൂവസ്, അല്ലെങ്കിൽ D കൂട്ടി നോക്കിക്കോ കണ്ടിന്യൂഡ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് വെർബാണ്. പിന്നെ എന്താ നോക്കണ്ടേ? എങ്ങനെയാണ് നമ്മൾ ആഡ് വെർബ് കണ്ടുപിടിക്കുക? ആഡ് വെർബ് എങ്ങനെ കണ്ടുപിടിക്കുക? LY കൂട്ടിയിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ കണ്ടിന്യൂവസ്ലി പെട്ടെന്ന് തന്നെ കിട്ടി, കണ്ടിന്യൂവസ്ലി ആഡ് വെർബ്. അടുത്ത് നോക്കാം. അടുത്ത ഏതാ? അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കാൻ. അഡ്ജക്റ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു നൗൺ ഇട്ട് നോക്കുക. ഇപ്പം ഞാനിവിടെ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ട് ഞാനിവിടെ ഇടാൻ പോകുന്ന ഒരു ലൈൻ എന്ന് കൊടുത്തേക്കാണ് കേട്ടോ. ഇവിടെ രണ്ട് സ്ഥലത്തും ഞാനൊരു ലൈൻ എന്ന് എഴുതിയേ. കണ്ടിന്യൂറ്റി ലൈൻ അങ്ങനെ നമ്മൾ പറയുമോ? ഇല്ല, കണ്ടിന്യൂസ് ലൈൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതെന്തായാലും അഡ്ജക്റ്റീവ് അല്ല, ഇതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. കാരണം ലൈനിനെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. പിന്നെ ബാക്കിയുള്ള കണ്ടിന്യൂറ്റിയാണ് നമ്മുടെ നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇതേപോലെ നമുക്ക് കുറച്ച് വാക്കുകൾ തരാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് വെർബ് ഏതാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നൗൺ ഏതാണെന്ന് മനസ്സിലാക്കുക, അഡ്ജക്റ്റീവ് ഏതാണെന്ന് മനസ്സിലാക്കുക, ആഡ് വെർബ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, സെൻറ്റൻസിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അഡ്ജക്റ്റീവ്സിന് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്. ആ കറക്റ്റ് ഓർഡറിൽ എഴുതിയാലേ നമുക്ക് നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ എന്താണ് ഓർഡർ എന്നുള്ളതും അതേപോലെ തന്നെ PYQയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെറിയ കണക്ഷൻസും ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സെക്ഷനിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, പുട്ട് ദി അഡ്ജക്റ്റീവ്സ് ഇൻ റൈറ്റ് ഓർഡർ. ദ ഹൗസ് വാസ് ഡാഷ് ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കണ്ടോ, 3 അഡ്ജക്റ്റീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? അതിനുള്ളൊരു ഓർഡർ ഉണ്ട്. അപ്പം അറിയാവുന്ന ആൾക്കാർ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോളൂ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ അഡ്ജക്റ്റീവ്സിന് ഒരു ഓർഡർ ഉണ്ട്. ആദ്യം തന്നെ ഡിറ്റർമിനർ വരും, പിന്നെ ഒപ്പീനിയൻ വരും. ഡിറ്റർമിനർ എന്ന് പറഞ്ഞാൽ അറിയാലോ, എ ആൻഡ് അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഒപ്പീനിയൻ ഉണ്ട്, നൈസ്, ലവ്ലി അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ സൈസ്, ബിഗ്, സ്മോൾ, പിന്നെ ഏജ്, പിന്നെ ഷേപ്പ്, പിന്നെ കളർ, പിന്നെ ഒറിജിൻ, മെറ്റീരിയൽ, പേർപ്പസ്. അങ്ങനെ 9 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡിറ്റർമിനറിന് തന്നെ പ്രയോറിറ്റി കൊടുക്കണം, പിന്നെ ഒപ്പീനിയൻ, സൈസ് അങ്ങനെയാണ് പോകുന്നത്. അല്ലാണ്ട് ആദ്യം കളർ എഴുതി വെച്ചിട്ട് പിന്നെ സൈസ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഇത്രയും ആൾക്കാരെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കോഡ് കൊടുക്കാം. ദോശാസ് കമ്പനി എന്ന് ഓർത്താൽ മതി കേട്ടോ. ദോശയുടെ കമ്പനി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ദോശാസ് കമ്പനി. അപ്പോൾ ആദ്യം ഡിറ്റർമിനർ, പിന്നെ ഒപ്പീനിയൻ, പിന്നെ സൈസ്. ആദ്യം സൈസാണ്, അതിന് ശേഷമാണ് ഷേപ്പ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ആദ്യം സൈസ്, പിന്നെ ഏജ്, പിന്നെ ഷേപ്പ്, 2 S ഉണ്ടല്ലോ. പിന്നെ C എന്ന് പറഞ്ഞാൽ കളറ്, പിന്നെ ഒറിജിൻ, മെറ്റീരിയൽ, അതുപോലെ തന്നെ പേർപ്പസ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് നോക്കാം.
ആൻസർ കിട്ടുമെന്നുള്ളത് നോക്കാം കേട്ടോ. ഒന്ന് വേഗം ആൻസർ പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? കറക്റ്റ് ആണ്, ആൻസർ ബി ആണ്, നൈസ് ഓൾഡ് സ്റ്റോൺ. എങ്ങനെ കിട്ടിയേ? നമ്മുടെ കോഡൊന്ന് എഴുതിയേക്കാം, ദോശാസ് കമ്പനി അല്ലേ, ദോശാസ് കമ്പനി. അപ്പോൾ ആദ്യം എന്താ ഡിറ്റർമിനർ എല്ലായിടത്തും ഉണ്ട്. പിന്നെന്താ ഉള്ള ഒപ്പീനിയൻ ആണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈസ് ലവ്ലി എന്നൊക്കെ പറയണ പോലെയുള്ളതാണ് ഒപ്പീനിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റോൺ ആണ് വന്നിട്ടില്ല, ഒപ്പീനിയൻ ഒന്നും അല്ല, ഇവിടെ ഓൾഡ് ആണ്. ഇത് രണ്ടും ഒപ്പീനിയൻ അല്ല. അപ്പോൾ ഇത് രണ്ടും ഞാൻ ആദ്യം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ, നൈസ് ഇവിടെ 2 സ്ഥലത്തും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എന്താ വരണ്ടേ? ഇനി വരേണ്ടത് സൈസാണ്. അപ്പോൾ ഇവിടെ സൈസ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതാ? ഏജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏജിനെ കുറിച്ച് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഓൾഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇതല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഫസ്റ്റ് പ്രയോറിറ്റി ഏജിനല്ലേ. അപ്പോൾ നൈസ് ഓൾഡ് സ്റ്റോൺ ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ദോശാസ് കമ്പനിയിൽ നിന്ന് പഠിച്ചു വെച്ചേക്കുക, കോഡ് ഓർക്കുക, ആദ്യം സൈസ്, അതിന് ശേഷമാണ് ഷേപ്പ് വരണേന്ന് ആലോചിക്കുക. എളുപ്പമാണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേർഡ്സ് ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ, ഫ്രെയിം സെന്റൻസ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക, ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വേഗം ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ, കിട്ടിയോ ആൻസർ? ആൻസർ ഷീസ് എ ലവ്ലി ബ്ലാക്ക് ബ്രിട്ടീഷ് വുമൻ ആണ്. ആൻസർ B ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എത്തിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഷീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ദോശാസ് കമ്പനി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡറാണ് കേട്ടോ, അഡ്ജക്റ്റീവ്സിൻ്റെ ഓർഡറാണ്. അപ്പോൾ ഷീ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ ആദ്യം ഡിറ്റർമിനർ തന്നെ വരും. അപ്പം ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഷീസ് 3 സ്ഥലത്തും ഉണ്ട്, കാരണം ബ്രിട്ടീഷ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് വരില്ല, കാരണം ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത്, അതെന്തായാലും ഫസ്റ്റ് വരില്ല. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3 സ്ഥലത്തും ഷീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ വരേണ്ടത്? പിന്നെ വേണ്ട ഒപ്പീനിയൻ ആണ്. ഒപ്പീനിയൻ നേരത്തെ പറഞ്ഞില്ലേ, നൈസ് ലവ്ലി എന്നൊക്കെ പറഞ്ഞു വരുന്നതാണ് ഒപ്പീനിയൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒപ്പീനിയൻ ഉണ്ട്, ലവ്ലി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയല്ലേ. പിന്നെ എന്താ കൊടുത്തിട്ടില്ല? ബ്ലാക്ക്. പിന്നെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് ഇവിടെ എത്തിയല്ലോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ജലി ഹാഡ് എ ഡാഷ് ഇൻ ഹെർ ഹെയർ യെസ്റ്റർഡേ. വേഗം ഒന്ന് ആൻസർ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും വരുന്നത്? നൈസ് യെല്ലോ ബോയ് ആണ് അല്ലേ. എങ്ങനെ കിട്ടിയത്? കാരണം നമുക്കറിയാം ദോശാസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ദോശാസ് കമ്പനി. അപ്പോൾ ആദ്യം ഡിറ്റർമിനർ, അതിന് ശേഷം ഒപ്പീനിയൻ ആണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നൈസ് അല്ലെങ്കിൽ ലവ്ലി ഒക്കെയാണ് നമുക്കറിയാം. അപ്പോൾ 3 എണ്ണത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് നൈസിനാണ്. നമ്മുടെ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ലോസ്റ്റ് എ ഡാഷ്. ആൻസർ എന്താ വരുന്നത്? സ്മോൾ വൈറ്റ് ക്യാറ്റ് ആണ്. എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയത്? നമ്മുടെ കോഡ് എഴുതാം. ഓക്കെ, ഇനി പിന്നെന്താ നോക്കണ്ടേ? ഫസ്റ്റ് ഡിറ്റർമിനർ നോക്കുക, പിന്നെന്താ ഒപ്പീനിയൻ നോക്കുക. അപ്പോൾ ഇവിടെ ഒപ്പീനിയൻ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത് നോക്കേണ്ടത് എന്താ? സൈസാണ്. അപ്പോൾ സൈസിൻ്റെ ഫസ്റ്റ് വരുന്നത് ഏതാ? സ്മോൾ എന്നുള്ളതാണ് നമ്മുടെ സൈസ് അല്ലേ. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഫസ്റ്റ് ആദ്യം വരുന്നത് സ്മോൾ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ. ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രോനൗൺ എന്നുള്ളതാണ് കേട്ടോ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർവ്വനാമം എന്നൊക്കെ പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അരുൺ ഈസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്, എന്നിട്ട് ഞാൻ അടുത്ത സെൻറ്റൻസ് ആയിട്ട് പറയാം ഹീ ഈസ് റൈറ്റിംഗ് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ പറയാം. അല്ലാണ്ട് ഞാൻ വീണ്ടും അരുൺ ഈസ് ഡൂയിങ് ഹിസ് ഹോം വർക്ക്, അരുണസ് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ അരുൺ എന്നുള്ള പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതിന് പകരം ഞാൻ എന്ത് യൂസ് ചെയ്യും? ഞാൻ അവിടെ വേറൊരു വാക്കായിട്ടുള്ള ഹീ യൂസ് ചെയ്തു. അങ്ങനെയുള്ള നാമത്തിനെ മാറ്റുന്ന അല്ലെങ്കിൽ നാമത്തിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ പറയുക പ്രോനൗൺ എന്ന് പറയുക കേട്ടോ. അതാണ് സർവ്വനാമം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്? പേഴ്സണൽ പ്രോനൗൺ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ PSCയിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പേഴ്സണൽ പ്രോനൗണിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ അത് സബ്ജക്റ്റീവ് ഫോം ആണെങ്കിൽ, ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മീ, അസ്, യു, ഹിം, ഹെർ, ഇറ്റ്, ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സബ്ജക്റ്റീവ് ഫോം വെച്ചിട്ടുള്ള പഠിക്കാം കേട്ടോ. പേഴ്സണൽ പ്രോനൗണിലെ ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത് ഐയും വിയും ആണ്. ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത് ഐയും വിയും. കാരണം ഐ എന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്തുണ്ട്, വി എന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കാം. ഫസ്റ്റ് പേഴ്സണിൽ ഐയും വിയും. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു ആണ് കേട്ടോ. സെക്കൻഡ് പേഴ്സണിൽ ആരാ വരുന്നത്? യു ആണ്. തേർഡ് പേഴ്സണിൽ ഹീ, ഷീ, ഇറ്റ്, ദേ. ആരൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്, ദേ. ഓക്കെ, പഠിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സണിൽ ഐയും വിയും, സെക്കൻഡ് പേഴ്സണിൽ യു, തേർഡ് പേഴ്സണിൽ ഹീ, ഷീ, ഇറ്റ്, ദേ. ഇനി ഇതൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? നമ്മളോട് PSCയിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ദേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഐ, യു ആൻഡ് ഹീ ആർ ഗിൽറ്റി ഫോർ ദിസ് ക്രൈം. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും എറർ റെക്ടിഫൈ ചെയ്യാനുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മളോട് PSCയിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് കേട്ടോ, സെൻറ്റൻസ് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മോശപ്പെട്ട കാര്യം അല്ലെങ്കിൽ അത്ര നല്ല പോസിറ്റീവ് അല്ലാത്തൊരു കാര്യമൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ ഓർഡർ എങ്ങനെയായിരിക്കും? ആദ്യം ഐ വരണം, പിന്നെ
യു വരണം, പിന്നെ ഹി, അതായത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. അല്ലാണ്ട് യു, ഐ ആൻഡ് ഹി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓർഡർ കറക്റ്റായിട്ട് പഠിച്ചേക്കുക. 1 2 3. ഓക്കെ, ഒരു മോശപ്പെട്ട കാര്യമൊക്കെ വരികയാണെങ്കിൽ അവിടെ ആദ്യം 1 2 3 നമ്മൾ തന്നെ ആദ്യം അങ്ങ് കുറ്റസമ്മതം നടത്തുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. മുത്തച്ഛൻ്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജഗദീഷ് പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ കുറ്റസമ്മതം അങ്ങ് നടത്തിയല്ലേ, ഞാൻ മാത്രമല്ല അവരും. അപ്പോൾ ആദ്യം ഞാൻ, പിന്നെ അവരും. അപ്പോൾ ആ ഓർഡർ പഠിച്ചു വെച്ചേക്കുക 1 2 3 കേട്ടോ. അതേസമയം സെക്കൻഡ് സെൻറ്റൻസ് നോക്കുക. യു, ഹി ആൻഡ് ഐ ഹാവ് ഡൺ അവർ ഡ്യൂട്ടി. ഇവിടെ എന്താ പറ്റിയിട്ടുള്ളത്? ഇവിടെ ഞാനാണോ ആദ്യം വന്നിട്ടുള്ളത്? അല്ല, യു ആണ്. അതായത് നല്ലൊരു കാര്യം വരുന്ന സമയത്ത് നമ്മളൊരു മാനേഴ്സ് എന്നുള്ള രീതിയിൽ ആദ്യം ആരാ വരിക? യു ആണ് സെക്കൻഡ് പേഴ്സൺ, പിന്നെ ആരാ? തേർഡ് പേഴ്സൺ, പിന്നെയാണ് ഫസ്റ്റ് പേഴ്സൺ വരിക. ഓക്കെ, 2 3 1 ആ ഓർഡർ പഠിച്ചു വെച്ചേക്കുക. മോശപ്പെട്ട കാര്യമാണെങ്കിൽ 1 2 3, അല്ലാത്ത കേസാണെങ്കിൽ പോസിറ്റീവായിട്ടൊക്കെ വരികയാണെങ്കിൽ യു, ഹി ആൻഡ് ഐ. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇവിടെ പഠിച്ചേട്ടോ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് പൊസസീവ് പ്രോനൗൺ എന്നുള്ളതാണ്. എന്താണ് പൊസസീവ് പ്രോനൗൺ? പൊസസീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പൊസസീവ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മളൊക്കെ പലരും പൊസസീവ് ആയിരിക്കും. എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥ എന്നൊക്കെ ആ ഒരു മീനിങ് ഒക്കെ വരുന്ന വാക്കുകളാണ് പൊസസീവ് പ്രോനൗൺ. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ആരൊക്കെയുള്ളത്? മൈൻ, അവേഴ്സ്, യുവേഴ്സ്, ഹിസ്, ഹേർസ്, ഇറ്റ്സ്, ദയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ പൊസസീവ് അഡ്ജക്റ്റീവും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം. പൊസസീവ് അഡ്ജക്റ്റീവിൽ വരുന്ന ആൾക്കാരാരൊക്കെയാണ്? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം. കണ്ടോ, ഇവിടെ മൈ എന്നുള്ളത് മൈനായി, അവർ എന്നുള്ള അവേഴ്സായി, യുവർ എന്നുള്ളത് യുവേഴ്സായി, ഹിസ് അതേപോലെ തന്നെ, ഹെർ എന്നുള്ളത് ഹേർസായി. അങ്ങനെ ഒരു എസ് കൂടി വരുന്നുണ്ട് അല്ലേ ഈ പറഞ്ഞിട്ടുള്ള പൊസസീവ് പ്രോനൗൺ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പൊസസീവ് പ്രോനൗൺ ആണെങ്കിൽ അതിനകത്തൊരു എസ് കൂടുതൽ വരുന്നുണ്ട്. എല്ലാ കേസുകളൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം. ഇനി എക്സാമിൽ നമ്മളോട് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ബുക്ക് ഇസ് ഡാഷ്. അപ്പോൾ അവർ ഓപ്ഷൻസ് ഇടാൻ സാധ്യത യുവേഴ്സ് ഇടും, പിന്നെ ഈ യുവേഴ്സ് കേട്ടോ, അതായത് ആറിന് ശേഷം എപ്പസ്റ്റോഫ് ഇട്ടിട്ട് ഒരു എസ്, യുവേഴ്സ്, പിന്നെ യുവർ. ഇതിൽ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ആൻസർ യുവേഴ്സ് ആണ്. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും മനസ്സിലാക്കുക. ഈ ഡാഷ് ലാസ്റ്റ് ആണെന്ന് വിചാരിക്കുക. കണ്ടോ, ഈ ഒരു സെൻറ്റൻസിനകത്ത് ഡാഷ് എവിടെയാണ്? ലാസ്റ്റ് അല്ലേ? അങ്ങനെ ലാസ്റ്റ് ആണ് നമ്മുടെ ഡാഷ് എങ്കിൽ അവിടെ ആരായിരിക്കും വരിക? പൊസസീവ് പ്രോനൗൺ ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, പൊസസീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ യുവേഴ്സ് അല്ലേ? യുവർ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? യുവേഴ്സ് ആണ്. അല്ലെങ്കിൽ ഓപ്ഷനിൽ ഇപ്പോൾ മൈയും മൈനും വരികയാണെങ്കിൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്യും? മൈന് കൊടുക്കും, കാരണം പോസിറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ മൈനാണ്. അവറും അവേഴ്സ് വരികയാണെങ്കിൽ അവേഴ്സ് കൊടുക്കും. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഒരു സെൻറ്റൻസിൽ ലാസ്റ്റ് ആണ് ഡാഷ് എങ്കിൽ അവിടെ പൊസസീവ് പ്രോനൗൺ ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ദിസ് ഇസ് ഡാഷ് ബുക്ക്. ദിസ് ഇസ് യുവേഴ്സ് ആണോ യുവർ ആണോ? അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഡാഷിന് ശേഷം ഒരു വാക്കുണ്ട് അല്ലെ, ഒരു നൗൺ ഉണ്ട്, ബുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യുവർ ആയിരിക്കും യുവേഴ്സ് ആയിരിക്കും. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞാൽ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ യുവർ ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ദിസ് ഇസ് യുവർ ബുക്ക്. അടുത്ത് നമുക്ക് എന്താണ് എംഫാറ്റിക് പ്രോനൗൺ എന്നുള്ളത് നോക്കാം കേട്ടോ. എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ എംഫസൈസ് കൊടുക്കുന്ന പ്രോനൗൺ ആണ്. അതായത് ഊന്നി പറയുന്ന പ്രോനൗൺസിനാണ് നമ്മൾ എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി ലാർജ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ എംഫാറ്റിക് പ്രോനൗൺ. ഓക്കെ, ഈ ഇറ്റ് സെൽഫ് ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഷിപ്പ് ഇസ് നോട്ട് വെരി ലാർജ്. അതേ മീനിങ് തന്നെയല്ലേ ഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി ലാർജ് എന്ന് പറഞ്ഞാലും? രണ്ടും സെയിം തന്നെയാണ് അല്ലേ. പിന്നെ ഈ ഇറ്റ് സെൽഫ് കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ചും കൂടെ ഒരു എംഫസൈസ് കൊടുത്തു അല്ലേ, കുറച്ചും കൂടെ ഒന്ന് ഊന്നി പറഞ്ഞു, ആ ഷിപ്പിനെ കുറച്ചും കൂടെ ഒന്ന് ഊന്നി പറഞ്ഞു. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ കേസ് നോക്കിയേ. ദ ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് വെൽക്കംഡ് അസ് എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ അവനെ തന്നെ അല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, എംഫസൈസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഹിംസെൽഫ് എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് എംഫാറ്റിക് പ്രോനൗൺ. അടുത്ത് നോക്കി, ഐ മൈസെൽഫ് സോ ഹിം ഡു ഇറ്റ്. ഇവിടെ ഈ മൈസെൽഫ് ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയുക, മീനിങ് കംപ്ലീറ്റ് ആണ് അല്ലേ. മൈസെൽഫ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എംഫസൈസ് കൊടുക്കുകയാണ്. ഈ ഐക്ക് കുറച്ചും കൂടെ എംഫസൈസ് കൊടുത്തിട്ട് പറഞ്ഞിട്ടുള്ള വാക്കാണ്, പ്രോനൗൺ ആണ് മൈസെൽഫ്. അങ്ങനെ ഇറ്റ് സെൽഫ്, ഹിംസെൽഫ്, മൈസെൽഫ് എന്നൊക്കെ പറയുന്ന എന്ത് സാധനമാണ്? എംഫാറ്റിക് പ്രോനൗൺ. എന്താണ് എംഫാറ്റിക് പ്രോനൗൺ? അടുത്ത് നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. അതിനുശേഷം എങ്ങനെയാണ് റിഫ്ലെക്സീവ് പ്രോനൗണും എംഫാറ്റിക് പ്രോനൗണും തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കും പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ നമുക്ക് റിഫ്ലക്ഷൻ എന്നുള്ളൊരു വാക്കെടുക്കാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്ന എന്നൊക്കെ ഒരു മീനിങ് അല്ലേ. അതേപോലെ തന്നെ സബ്ജക്റ്റിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രോനൗണിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹേർട്ട് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്തു. അപ്പോൾ ഈ ഐനെ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ അതിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുക അല്ലേ.
ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ പലർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്, ഐ മൈസെൽഫ് സോ ഹിം ഡു ഇറ്റ്. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഈ മൈസെൽഫ് എന്ന് പറയുന്നത് എംഫാറ്റിക് ആണോ റിഫ്ലെക്സീവ് ആണോ? ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കൊടുത്തിട്ടുള്ള മൈസെൽഫ് ഇല്ലേ, അതിനെങ്ങോട്ട് എടുത്ത് മാറ്റാം. ഓക്കെ, നമുക്ക് ഈ മൈസെൽഫ് വേണ്ടാന്ന് വിചാരിക്കാം കേട്ടോ, വേണ്ട. എന്നിട്ട് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ, ഐ സോ ഹിം ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് മീനിങ് കിട്ടുകയാണ്. ഞാൻ കണ്ടു അവൻ ചെയ്യുന്നത്, അല്ലേ? ഈ മൈസെൽഫ് ഉണ്ടെങ്കിലും അതേ മീനിങ് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഈ മൈസെൽഫിനെ മാറ്റിയിട്ട് ആ പ്രോനൗണിനെ മാറ്റിയിട്ട് നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുകയാണെങ്കിൽ അത് ഏത് പ്രോനൗണാ? എംഫാറ്റിക് പ്രോനൗണാ. മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ, ദ ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് വെൽക്കംഡ് അസ്. ഞാൻ ഈ ഹിംസെൽഫിന് എടുത്ത് മാറ്റുകയാണ്, ദ ചീഫ് മിനിസ്റ്റർ വെൽക്കംഡ് അസ്. അവിടെ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുകയാണ്, അല്ലേ? അപ്പോൾ അത് ഏതാണ്? ഹിംസെൽഫ് എന്ന് പറയുന്നത് എംഫാറ്റിക് പ്രോനൗൺ. ദ ഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി ലാർജ്. ഞാൻ ഈ ഇറ്റ് സെൽഫിന് എടുത്ത് മാറ്റാണ്. ഓക്കെ, ഷിപ്പ് ഇസ് നോട്ട് വെരി ലാർജ്, അത് തന്നെയല്ലേ ഷിപ്പ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് വെരി ലാർജ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫുൾ മീനിങ് കിട്ടുന്ന കേസാണെങ്കിൽ ആ ഒരു പ്രോനൗൺ നമ്മൾ എന്താ പറയുക? എംഫാറ്റിക് പ്രോനൗൺ. എന്താണ്? എംഫാറ്റിക് പ്രോനൗൺ. ഇനി നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗണിൻ്റെ എക്സാമ്പിളിലേക്ക് കയറാം. ഇപ്പോൾ പ്ലീസ് കറക്റ്റ് യോർ സെൽഫ്. ഇതിനകത്തുള്ള യോർ സെൽഫ് എന്ന് പറയുന്നത് ഏത് പ്രോനൗൺ ആണ്? നമുക്ക് ഇതിനടുത്തൊന്ന് മാറ്റാം, അല്ലേ? അപ്പോൾ പ്ലീസ് കറക്റ്റ്. ഞാൻ ഈ പ്ലീസ് കറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നുണ്ടോ? പ്ലീസ് കറക്റ്റ്. ആര് കറക്റ്റ് ചെയ്യണം? നീയാണോ, അവനാണോ, അവളാണോ എന്നൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. സോ ദാറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്. ഇവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുന്നില്ല. അങ്ങനത്തെ കേസാണെങ്കിലാണ് ആ ഒരു പ്രോനൗണെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്ലെക്സീവ്. ഇത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള ടെക്നിക്കാണ് കേട്ടോ. ഇനി ഐ ഹേർട്ട് മൈസെൽഫ്. ഞാനിവിടെ ഈ മൈസെൽഫിന് എടുത്ത് മാറ്റി. ഐ ഹേർട്ട്, ഞാൻ ഹേർട്ട് ചെയ്തു. ആരെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അവളെയാണോ അവനെയാണോ ഒന്നും കൊടുത്തിട്ടില്ല. സോ അവിടെ നമുക്ക് ഫുൾ മീനിങ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി റിഫ്ലെക്സീവ് പ്രോനൗൺ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആ ഒരു പ്രോനൗൺ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫുൾ മീനിങ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എംഫാറ്റിക് പ്രോനൗൺ. അല്ലാത്ത പക്ഷം ദാറ്റ് വിൽ ബി റിഫ്ലെക്സീവ് പ്രോനൗൺ. ഓക്കെ, നിങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ്, ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോനൗണിലേക്ക് കയറാം. അടുത്ത് നമുക്ക് എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്നുള്ളത് നോക്കാം കേട്ടോ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ഇതൊക്കെ കാണിക്കില്ലേ, ഇങ്ങനെ ചൂണ്ടിയൊക്കെ കാണിക്കില്ലേ, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, സച്ച് എന്നൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകൾ, അങ്ങനെയുള്ള പ്രോനൗൺസിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദിസ് എ ഗിഫ്റ്റ് ഫ്രം മൈ ഫാദർ. ഓക്കെ, ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക, ദിസ് എ ഗിഫ്റ്റ് ഫ്രം മൈ ഫാദർ. ദീസ് ആർ മൈ പെയിൻറ്റിങ്സ്. ഇതെൻ്റെ പെയിൻറ്റിങ്സ് ആണ്, അല്ലേ? ദീസ് ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്, ദീസ് ആർ മൈ പെയിൻറ്റിങ്സ്. അല്ലെങ്കിൽ ദാറ്റ് കാർ ഇസ് മൈൻ, ദോസ് ബുക്സ് ആർ യോസ് എന്നൊക്കെ പറയുന്നതാണ്. അതിനകത്ത് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന വാക്കുകളാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. മനസ്സിലായില്ലേ? ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോനൗൺസ്, അത്രേ ഉള്ളൂ. അടുത്തത് എന്താണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്. അതായത് ആ പേരിനകത്ത് തന്നെ ഉണ്ട് ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് അല്ലാത്തത്, അല്ലെ? ഡെഫിനിറ്റ് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി. വേണ്ട, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയിട്ട് പറയാണ്, ഓൾ ഓഫ് യു ഷുഡ് ഡു യുവർ ഹോം വർക്ക്, അല്ലേ? അപ്പോൾ ടീച്ചർ സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾ ചെയ്യണമെന്ന് വല്ലതും പറയുന്നുണ്ടോ? എല്ലാവരോടും കൂടി പറയാണ്, അല്ലേ? എല്ലാവരോടും കൂടി പറയാണ് നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ പറയുന്നില്ല, അതാണ് ഇൻഡെഫിനിറ്റ്. മനസ്സിലായോ? അതേപോലെ വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി. ഓക്കെ, ആര് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, ഇൻഡെഫിനിറ്റ് ആണ്. സംബഡി ഹാസ് ടേക്കൺ മൈ പെൻ. ആരോ എൻ്റെ പേൻ എടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല, ദാറ്റ് ഇസ് ഇൻഡെഫിനിറ്റ്. എനി മാൻ ക്യാൻ ഡു, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇൻഡെഫിനിറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്, ഐ മീൻ പ്രോനൗണിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നോക്കിക്കോളൂ ആരൊക്കെയുള്ള ഓൾ, എനിബഡി, എനി വൺ, ഈച്ച്, എവ്രി വൺ, ഫ്യൂ, മെനി, നോബഡി, നൺ, സം. ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കുക, അപ്പോൾ തന്നെ നമുക്ക് ഓരോന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തയിലേക്ക് കയറാം. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന വാക്കുകൾ, ഈ വാക്കുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈച്ച്, ഐദർ, നൈദർ എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറച്ച് പ്രോനൗൺസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ പറയുക ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഈച്ച് ഓഫ് ദി സിംഗേഴ്സ് ഗെറ്റ്സ് എ കാർ. അപ്പോൾ ഈച്ചിന് ശേഷം സിംഗുലർ വെർബാണ് യൂസ് ചെയ്തിട്ടുള്ള ഗെറ്റ്സ് ആണ്, അല്ലേ? ഈച്ച് ഓഫ് ദീസ് പെൻസ് റൈറ്റ്സ് വെൽ. നൈദർ ഓഫ് ദീസ് പെൻസ് റൈറ്റ്സ് വെൽ. അപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടി ഇത്രയൊന്നും ഓർക്കാം. അതായത് ഇപ്പോൾ ഓരോ സിംഗേഴ്സിനും ഓരോ കാറ് കിട്ടുകയാണ്, അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈച്ച്, ഐദർ, നൈദർ എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രൊനൗൺസിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ എന്ന് പറയാം. അടുത്ത റെസിപ്രോക്കൽ പ്രോനൗൺ ആണ്. റെസിപ്രോക്കൽ പ്രോനൗണിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഈച്ച് അതർ ഉണ്ട്, വൺ അനദർ ഉണ്ട്. അപ്പോൾ പി എസ് സിയിൽ എങ്ങനെ ചോദ്യം വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതേപോലെ ദ ടു ബ്രദേഴ്സ് ലവ് ഡാഷ്, ഈച്ച് അതർ ആണോ വൺ അനദർ ആണോ? ആൻസർ ഈച്ച് അതർ. റീസൺ ചോദിക്കുകയാണെങ്കിൽ രണ്ടുപേരാണ്, അല്ലേ? ടു ബ്രദേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരൊക്കെ തമ്മിൽ വരുമ്പോൾ അവിടെ വരുന്നത് ഈച്ച് അതർ ആയിരിക്കും.
വൺ അനദർ എപ്പോഴാണ് വരിക? രണ്ടിൽ കൂടുതൽ വരുന്ന കേസുകളൊക്കെ ആണെങ്കിലാണ് നമ്മളവിടെ വൺ അനദർ യൂസ് ചെയ്യുക. ദേ ലൗഡ് വൺ അനദർ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ദേ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വൺ അനദർ ആയിരിക്കും. 2 പേര് ഒക്കെ വരുന്ന കേസുകളിലാണ് നമ്മൾ ഈച്ച് അതർ യൂസ് ചെയ്യുക. അപ്പോൾ റെസിപ്രോക്കലിനകത്ത് ഓർത്ത് വെച്ചേക്കുക ഈച്ച് അതറും വൺ അനദറും. അടുത്ത ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്, കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഹൂ, വിച്ച്, വാട്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രൊനൗൺസിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസിൻ്റെ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഹൂ ആർ യു, വാട്ട് യു വാണ്ട്, വിച്ച് ഇസ് യുവർ ബുക്ക് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഹൂ, വാട്ട്, വിച്ച് ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുവിധപ്പെട്ട പ്രൊനൗൺസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രോനൗൺ ഉണ്ട്, അതാണ് റിലേറ്റീവ് പ്രോനൗൺ. അത് അത്യാവശ്യം വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്കതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? പ്രോനൗൺ എന്താണെന്ന് പഠിച്ചു അല്ലേ? പേഴ്സണൽ പ്രോനൗൺ, പിന്നെ പൊസീവ് പ്രോനൗൺ, റെസിപ്രോക്കൽ പ്രോനൗൺ, പിന്നെ എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ, പിന്നെ എംഫാറ്റിക് പ്രോനൗൺ, റിഫ്ലെക്സീവ് പ്രോനൗൺ, അങ്ങനെയുള്ള ഒരുപാട് പ്രോനൗണുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചെറിയ ടാസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്. ഇതിനകത്തുള്ള മൈസെൽഫ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണോ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ ആണോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഈ മൈസെൽഫിനെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫുൾ മീനിങ് കിട്ടുകയാണെങ്കിൽ അത് ഏത് പ്രോനൗൺ ആയിരിക്കും? എംഫാറ്റിക് ആയിരിക്കും. അതേസമയം ഫുൾ മീനിങ് കിട്ടുന്നില്ലെങ്കിൽ അതേതായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ 2 ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. ഞാൻ എപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞാലും കുറേ ആൾക്കാർ കറക്റ്റ് എന്നല്ല കുറേ ആൾക്കാർ ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.